അടുത്ത വാർത്തയിലേക്ക് പോയാൽ കോഴിക്കോട് നിക്ഷേപ തുക ലഭിക്കാത്തതിൽ വയോധികൻ ആത്മഹത്യ ചെയ്തതിൽ വടകര കടത്തനാട് സൊസൈറ്റിയിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തുന്നു. കഴിഞ്ഞ ഡിസംബറിൽ സഹകരണ വകുപ്പ് നൽകിയ പരാതിയിലാണ് പരിശോധന. 2,16,00,000 രൂപയുടെ തട്ടിപ്പ് നടന്നെന്നായിരുന്നു സഹകരണ വകുപ്പിന്റെ പരാതിയിൽ ഉണ്ടായിരുന്നത്. ആ പരാതിയിലാണ് നടപടി. സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, പറയൂ. റോഷനെ, ഇപ്പോഴും വടകര റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി നേതൃത്വത്തിൽ കടത്തനാട് സൊസൈറ്റിയിൽ പരിശോധന തുടരുകയാണ്. 3 കേസുകളാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. ഒന്ന്, ഈ വയോധികന്റെ മരണം, ഇബ്രാഹിം ഹാജിയുടെ മരണം, അതുമായി ബന്ധപ്പെട്ട കേസ് കൂടി ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇബ്രാഹിം ഹാജി ഇതിനു മുൻപ് വടകര പോലീസിൽ നൽകിയ പരാതി, അതായത് 22 ലക്ഷം രൂപ താൻ നിക്ഷേപമായി നൽകിയിട്ട് പലതവണ ആവശ്യപ്പെട്ടിട്ട് ആ നിക്ഷേപ തുക പലിശ സഹിതം തിരിച്ചു നൽകിയില്ലെന്ന ഇബ്രാഹിം ഹാജിയുടെ പരാതി. അങ്ങനെ 2 കേസുകളും. ഒപ്പം തന്നെ കഴിഞ്ഞ ഡിസംബർ 8-ാം തീയതി വടകര പോലീസ് ഒരു കേസെടുത്തിരുന്നു. അതായത് സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ 2,16,00,000 രൂപയുടെ തട്ടിപ്പ് ഈ സൊസൈറ്റിയുടെ നടത്തിപ്പുകാർ നടത്തിയെന്ന് സഹകരണ വകുപ്പ് തന്നെ കണ്ടെത്തിയിരുന്നു. ആ പരാതി പോലീസിൽ കൈമാറിയും വടകര പോലീസ് കഴിഞ്ഞ വർഷം ഡിസംബർ 8-ാം തീയതി കേസെടുക്കുകയും ചെയ്തിരുന്നു. ആ കേസ് കൂടിയാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ചിന് നൽകിയിരിക്കുന്നത്. അതായത് ഇല്ലാത്ത കരാറുകൾ ഉണ്ടെന്ന് വ്യാജരേഖകൾ തയ്യാറാക്കിയും വാഹനം മുൻകൂർ അനുമതി വാങ്ങാതെ കൈമാറ്റം നടത്തിയുമാണ് 2,16,00,000 രൂപയുടെ തട്ടിപ്പ് ഈ സൊസൈറ്റിയുടെ ഭാരവാഹികൾ നടത്തിയതാണ് സഹകരണ വകുപ്പ് ഓഡിറ്റിലൂടെ കണ്ടെത്തിയിരിക്കുന്നത്. അത് സഹകരണ വകുപ്പ് തന്നെ നൽകിയ പരാതിയാണ്. ഈ 6 മാസത്തോളമായിട്ടും സഹകരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു കർശനമായ നടപടി ഉണ്ടായില്ലെന്ന തരത്തിലൊക്കെ തന്നെ വിമർശനം ഉയർന്നിരുന്നു. ഏതായാലും ഇബ്രാഹിം ഹാജിയുടെ മരണത്തോടു കൂടിയാണ് ഈ 3 കേസുകളും ക്രൈംബ്രാഞ്ചിന് വടകര റൂറൽ പോലീസ് കൈമാറിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. മറ്റൊരു കാര്യം, 2022-23 കാലയളവിൽ 1,66,00,000 രൂപയുടെ നഷ്ടമാണ് ഈ സൊസൈറ്റിക്ക് ഉണ്ടായത്. അങ്ങനെ ഒരു നഷ്ടമുണ്ടായ സൊസൈറ്റിയിലാണ് 22-24 കാലയളവിൽ 2,66,00,000 രൂപയുടെ തട്ടിപ്പ് നടന്നതായി സഹകരണ വകുപ്പ് കൂടി കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിൽ തട്ടിപ്പ് നടന്നൊരു സൊസൈറ്റിയിൽ നിരവധി നിക്ഷേപകർ പരാതിയുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത് അന്വേഷണം നടത്തുകയും ഇപ്പോൾ സൊസൈറ്റിയിൽ പരിശോധന നടത്തുകയും ചെയ്യുന്നത്. റോഷ്നി, ശരി. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.